നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ഡൽഹി ചുട്ടുപൊള്ളുന്നു. 2 ദിവസത്തിനിടെ 34 മരണം. ഡൽഹിയിൽ അത്യുഷ്ണ തരംഗം. 2 ദിവസത്തിനിടെ രാജ്യ തലസ്ഥാനത്ത് മാത്രം 34 പേർ മരിച്ചു. 6 പതിറ്റാണ്ടിനിടെയുള്ള ഏറ്റവും ഉയർന്ന താപനിലയാണ് ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തവണ രേഖപ്പെടുത്തിയത്. ഡൽഹിയിലെ ചൂട് 52 ഡിഗ്രി സെൽഷ്യസ് കടന്നു. 2 ദിവസത്തിനിടെ മാത്രം 34 മരണം രേഖപ്പെടുത്തി. 51 പേരെ പാർക്കുകൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. വിമർശനങ്ങൾക്ക് മറുപടിയില്ല. CPIM സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്ക് മൗനം. CPIM സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്ക് മൗനം. വിമർശനങ്ങൾക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി. പോലീസിനും ആഭ്യന്തര വകുപ്പിനും സമിതിയിൽ വിമർശനം. സർക്കാരിനെ വികൃതമാക്കുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെന്നും വിമർശനം. IG റാങ്കിന് മുകളിലുള്ള ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം തിരിച്ചടിയായി. മുഖ്യമന്ത്രിയെ കൂടാതെ മറ്റു ചില അധികാര കേന്ദ്രങ്ങളും പോലീസിനെ നിയന്ത്രിക്കുന്നു. ഗുണ്ട ആക്രമണങ്ങൾ നേരിടുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്ന് വിമർശനം. സ്ത്രീ സുരക്ഷയിലും പോലീസിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. മാധ്യമങ്ങൾക്കെതിരായ പോലീസ് നടപടിയും തിരിച്ചടിയായെന്നും വിമർശനം. യാത്രക്കാരന്റെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചു. അബുദാബി കോഴിക്കോട് വിമാനത്തിൽ തീപിടുത്തം. അബുദാബി കോഴിക്കോട് വിമാനത്തിൽ തീപിടുത്തം. യാത്രക്കാരന്റെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചാണ് തീപിടിച്ചത്. ആളപായമില്ല. ഇന്ന് പുലർച്ചെ എയർ അറേബ്യയുടെ വിമാനം അബുദാബിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടുമ്പോഴാണ് സംഭവം. പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് തീപിടിക്കുകയും എക്സിറ്റ് ഡോറുകൾ തുറന്ന് യാത്രക്കാർ പുറത്തിറങ്ങാൻ ശ്രമിക്കുകയുമായിരുന്നു. തൃശൂരിൽ ജയിക്കാതെ കോൺഗ്രസിന് കേരളം ഭരിക്കാൻ കഴിയില്ല. നേതൃയോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് കെ മുരളീധരൻ. KPCC UDF നേതൃയോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടും യോഗത്തിൽ പങ്കെടുത്തില്ല. പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് കെ മുരളീധരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തോൽവി അന്വേഷിക്കാൻ KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ തിരുവനന്തപുരത്തെ കെ മുരളീധരന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ KPCC നേതൃയോഗം തുടങ്ങി. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നെടുത്ത നിലപാടിൽ ഉറച്ചു തന്നെയാണ് കെ മുരളീധരൻ. തൃശൂരിൽ ജയിക്കാതെ കോൺഗ്രസിന് കേരളം ഭരിക്കാൻ കഴിയില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുരളീധരൻ പ്രതികരിച്ചു. മലപ്പുറത്ത് KSRTC ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 മരണം. മലപ്പുറം മേൽമുറിയിൽ KSRTC ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. മോങ്ങം തൃപ്പഞ്ചി സ്വദേശികളായ അഷ്റഫ്, സാജിദ, ഫിദ എന്നിവരാണ് മരിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഓട്ടോ ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അഷ്റഫാണ് വാഹനം ഓടിച്ചിരുന്നത്. ഓട്ടോ പൂർണ്ണമായും തകർന്നു. സംഭവ സ്ഥലത്ത് വെച്ച് അഷ്റഫും ഫിദയും മരിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് സാജിദ മരിച്ചത്. മരിച്ചവരുടെ മൃതദേഹം മലപ്പുറം ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ സ്കൂളിൽ SFI മെമ്പർഷിപ്പ് വിതരണ പരിപാടി വിവാദമായപ്പോൾ പരിപാടി മാറ്റിവെച്ചു. പത്തനംതിട്ടയിൽ ഹൈസ്കൂളിൽ SFI മെമ്പർഷിപ്പ് വിതരണ പരിപാടി നടത്താൻ നിശ്ചയിച്ചതായി ആരോപണം. പ്രവൃത്തി ദിവസം SFI മെമ്പർഷിപ്പ് വിതരണ പരിപാടി നടത്താൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. വിവാദമായപ്പോൾ പരിപാടി മാറ്റിവെച്ചു. ഇന്നലെയാണ് സംഭവം നടന്നത്. പ്രിൻസിപ്പാളിന്റെ അനുവാദം ഉണ്ടായിരുന്നുവെന്നാണ് SFI വിശദീകരണം. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം, പ്രതി പിടിയിൽ. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം.
ഇന്നലെ ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വന്ന ബസ്സിലാണ് സംഭവം. തൊട്ടടുത്ത സീറ്റിലിരുന്ന യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ തൊടുപുഴ സ്വദേശി ഫൈസലിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും സഹായത്തോടെയാണ് താമരശ്ശേരി പോലീസിൽ അറിയിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കളുടെ അക്കൗണ്ടുകൾ ഇഡി മരവിപ്പിക്കും. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കും. പറവ വിതരണ കമ്പനികളുടെ അക്കൗണ്ടുകളും മരവിപ്പിക്കും. കള്ളപ്പണം വെളുപ്പിച്ച കേസിലാണ് നടപടി. കഴിഞ്ഞ ദിവസം കേസുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളെ ചോദ്യം ചെയ്തിരുന്നു. സൗബിൻ ഷാഹിർ, ഷോൺ എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. 7 കോടി രൂപ അരൂർ സ്വദേശിയിൽ നിന്ന് വാങ്ങുകയും പിന്നീട് ലാഭവിഹിതം നൽകാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി. ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് പറവ ഫിലിംസിന്റെ അക്കൗണ്ട് മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിയമ ഉപദേശം തേടിയത്. അതിലാണ് ഇപ്പോൾ നടപടി വന്നത്. മണ്ഡലം കുടുംബസ്വത്താക്കാൻ ശ്രമം, പ്രിയങ്കയ്ക്ക് വയനാടുമായി എന്തു ബന്ധം? വി മുരളീധരൻ. നെഹ്റു കുടുംബം വയനാടും കുടുംബസ്വത്താക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP നേതാവ് വി മുരളീധരൻ. കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ പ്രിയങ്കയെ ഇറക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. പ്രിയങ്ക ഗാന്ധിക്ക് വയനാടുമായി എന്ത് ബന്ധമാണുള്ളത്? വയനാടിനെ അമേഠിയും റായ്ബറേലിയും പോലെ കുടുംബസ്വത്താക്കാനുള്ള ശ്രമം ജനങ്ങൾ തിരിച്ചറിയണം. അമ്മയും 2 മക്കളും പാർലമെന്റ് അംഗങ്ങളായി നികുതി പണം ഉപയോഗിച്ച് ജീവിക്കാനാണ് ശ്രമമെന്ന് മുരളീധരൻ കുറ്റപ്പെടുത്തി. മാനന്തവാടിയിൽ നിന്ന് 2 വട്ടം MLA, CPM-ൽ നിന്നുള്ള ആദ്യ പട്ടികവർഗ മന്ത്രിയായി OR കേളു. വയനാട്ടിൽ CPIM-ന്റെ പട്ടികവർഗ സമൂഹത്തിന്റെ മുഖമാണ് 54-കാരനായ OR കേളു. 2022-ൽ CPIM സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ വയനാട്ടിൽ നിന്നും ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ പട്ടികവർഗ നേതാവ്. ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായ OR കേളു സംവരണ മണ്ഡലമായ മാനന്തവാടിയിൽ നിന്ന് 2016-ലും 2021-ലും നിയമസഭാംഗമായി. പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാനായില്ല. വളരെ ഗൗരവത്തോടെ ജനങ്ങളിലേക്ക് ഇറങ്ങും. MV ഗോവിന്ദൻ. BJP സർക്കാരിനെ താഴെ ഇറക്കുക എന്നതാണ് ഇടതു മുദ്രാവാക്യമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഹിന്ദുത്വ അജണ്ടയെ പ്രതിരോധിക്കണമെന്ന നിലപാട് ഒരു പരിധിവരെ വിജയിച്ചു. ഹിന്ദുത്വ അജണ്ട ഫാസിസ്റ്റ് രീതിയിൽ നടപ്പിലാക്കി വലിയ വിജയം നേടാനായിരുന്നു ശ്രമം. BJPക്ക് 1 സീറ്റ് നേടാനായി എന്നത് അപകടകരമായ കാര്യം. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി സാധ്യതയാണ് BJPയെ എതിർത്തത്. തൃശൂരിൽ വോട്ട് ചോർന്നത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുമാണ്. പെൻഷനും ആനുകൂല്യങ്ങളും നൽകാതിരുന്നത് വോട്ടിംഗിൽ പ്രതിഫലിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.